സ്കോളർഷിപ്പ് കോൺടെസ്റ്റില് പങ്കെടുത്ത് 1,00,000 സ്കോളർഷിപ്പ് ജയിക്കണോ? ഉടനെ തന്നെ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനില് ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കോൺടെസ്റ്റില് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് സ്കോളർഷിപ്പ് വിൻ ചെയ്യൂ. ലക്ഷ്മൺപൂർ എന്ന ഗ്രാമത്തിൽ ആരും രാത്രിയായാൽ വീട്ടിൻ്റെ പുറത്ത് ഇറങ്ങാറില്ല. എല്ലാവരും പേടിച്ചാണ് ജീവിക്കുന്നത്. അതിൻ്റെ കാരണം പ്രകൃതി രൂപത്തിലുള്ള വൃത്തപ്രേതങ്ങൾ മുഴുവൻ ഗ്രാമത്തിൽ പാത്രം അടിച്ചുകൊണ്ട് ഭിക്ഷയാചിക്കൊണ്ടിരിക്കും. മകനുള്ള വീട്ടിൽ ഭക്ഷണം മുടങ്ങാറില്ല, മരുമകളുള്ള വീട്ടിൽ വെള്ളം മുടങ്ങില്ല, മകളുള്ള വീട്ടിൽ മരണമുണ്ടാകില്ല. വയസ്സായ പ്രേതത്തിന്റെ ശാപം കാരണം ആൺകുട്ടികൾ ജനിച്ച വീട്ടിൽ അതിന്റെ കൂട്ടത്തിൽ പുതിയതായി വിവാഹം ചെയ്തവർ, വീട്ടിലേക്ക് ഗൃഹപ്രവേശം നടത്തുന്നവർ, അവരുടെ വീട്ടിൽ എന്തെങ്കിലും അസംഭവികമായ സംഭവങ്ങൾ സംഭവിക്കും. ഗ്രാമവാസികൾക്ക് പേടിയാണ്. അതുകൊണ്ട് ഗ്രാമത്തിലെ പുരുഷന്മാര് അവിവാഹിതരായി നിൽക്കുന്നു. കുറെ വർഷങ്ങളായി ഈ ഒരു ശാപം ഗ്രാമത്തിൽ നിലനിൽക്കുന്നു. ഈ ശാപത്തിൽ നിന്നൊന്ന് മുക്തി കിട്ടാൻ ഗ്രാമത്തിൽ എല്ലാവരും കൂടെ ചേർന്ന് ഗ്രാമത്തിന്റെ അറ്റത്ത് ആ ദമ്പതികളുടെ മൂർത്തി വെച്ച് പ്രാർത്ഥിച്ച് അവർക്ക് പ്രസാദമൊക്കെ കൊടുക്കുമായിരുന്നു. എന്നിട്ടും ആ പ്രേതങ്ങൾ പോയില്ല. കുറെ വർഷങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടും ആ പ്രസാദം പ്രേതങ്ങൾ സ്വീകരിച്ചില്ല. ആ ഗ്രാമത്തിലെ സർപഞ്ച് അടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്നും താന്ത്രികന്മാരെ കൊണ്ടുവന്ന് ഇത്ര പൂജകൾ ചെയ്ത് പക്ഷെ ഒരു പ്രയോജനവും ഉണ്ടായില്ല. ഗ്രാമത്തിൽ നിന്ന് വിട്ടുപോകാൻ ആലോചിച്ച, എന്നാൽ ഏത് ഗ്രാമത്തിൽ പോയാലും പ്രേതത്തിന്റെ ശാപം ഒരിക്കലും അവരെ വിട്ടുപോവില്ല. ഗ്രാമത്തിലെ സർപഞ്ച് ഗോപിനാഥിന്റെ മകൻ വിരാട് നഗരത്തിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം കൂരിരുട്ടായിരുന്നു. വഴിയിലൂടെ നടക്കുകയായിരുന്നു. ഈശ്വര, ചുറ്റും നിശബ്ദമാണല്ലോ. ഒരുപാട് രാത്രിയായിരിക്കുന്നു. വേഗം വീട്ടിലേക്ക് പോണം, ഇല്ലെങ്കിൽ പിശാച് എന്റെ കഥ കഴിക്കും. അങ്ങനെ ആലോചിച്ച് ധൃതിയിൽ പോവുകയായിരുന്നു. വഴിയിൽ അവനെന്തോ തോന്നി. അവന്റെ കാലിലെന്തോ തടഞ്ഞുവെന്ന് നോക്കിയപ്പോ ഒരു താമ്പയുടെ തൂക്കുപാത്രമായിരുന്നു. ഇരുട്ടിൽ മിന്നിത്തിളങ്ങുന്നു. അങ്ങനെ വിചാരിച്ച് അവൻ എടുത്ത് അത് തുറക്കാനായി ശ്രമിച്ചു. ഇത് കണ്ടിട്ട് നിധിയാണെന്ന് തോന്നുന്നു. ചിലപ്പോൾ ആയിരിക്കും. ഇതില് സ്വർണമോ വെള്ളിയോ എന്തെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കളായിരിക്കും. അവൻ ആരോഗ്യത്തോടെ അതങ്ങ് തുറന്നു. അതിൽ നിന്നും ഒരു പ്രേതം പുറത്തോട്ട് വന്നു. ആ, ഇത്രയും ദിവസം കഴിഞ്ഞാണ് മുക്തി കിട്ടിയത്. വിശക്കുന്നേ വിശക്കുന്നേ. പൂച്ചപ്രേതത്തിനെ കണ്ട് വിരാട്ടിന്റെ വായിൽ നിന്നും ഒരു അക്ഷരം പോലും പുറത്തോട്ട് വന്നില്ല. വിറച്ചുകൊണ്ട് അങ്ങനെ അതിനെ തന്നെ നോക്കി നിന്നു. എങ്ങനെയൊക്കെയോ അവൻ ധൈര്യം സംഭരിച്ച്, അയ്യോ ഈശ്വര, പ്രേതം പ്രേതം, ഈശ്വര എന്നെ ഒന്നും ചെയ്യരുതേ. പേടിക്കണ്ട കൂട്ടുകാരാ, എന്റെ പേര് ബില്ലി ഭൂതം. നിനക്കെന്നെ കാണാൻ പറ്റുന്നത് നീയാണ് എന്നെ തുറന്നു വിട്ടത്. അതുകൊണ്ടാ നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റും. നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. എന്താ ബില്ലി ഭൂതമോ? അതെ, കുറച്ചുനാള് മുമ്പ് ഒരു താന്ത്രികൻ എന്നെ ഈ തൂക്കുപാത്രത്തിൽ ആവാഹിച്ചു വെച്ചു. നീ കാരണമാണ് ഞാനിപ്പോ ഇത്രയും നാൾക്ക് ശേഷം പുറത്തു വന്നത്. നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറ, ഞാൻ നിനക്ക് ഇപ്പൊ സാധിച്ചു തരാം. സത്യമായിട്ടും എന്നെ സഹായിക്കുമോ? ഉറപ്പായിട്ട് ചെയ്തു തരും. ഒരു സംശയം വേണ്ട, ചോദിച്ചോ. 2 വൃത്തപ്രേതങ്ങൾ കാരണം ഞങ്ങളുടെ നാട് കഷ്ടത്തില. അവിടെയുള്ള പുരുഷന്മാർ അവിവാഹിതരായി തുടരുകയാണ്. ഗ്രാമത്തിലെ ശാപവും വൃദ്ധപ്രേതങ്ങളെ കുറിച്ച് പറഞ്ഞു. എല്ലാം വിസ്തരിച്ചു പറഞ്ഞു. ഗ്രാമത്തിലെ ഈ പ്രശ്നങ്ങൾ മാറ്റുന്നതിന് വേണ്ടി വലിയ വലിയ മന്ത്രവാദികൾ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. അപ്പോൾ പിന്നെ താങ്കളെ കൊണ്ട് അങ്ങനെ പറ്റും? എന്താ പറയണേ? എന്റെ രൂപത്തിലല്ലല്ലോ കാര്യം എന്റെ കൂട്ടുകാരാ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിലല്ലേ കാര്യം. ഞാൻ നിനക്ക് വേണ്ടി നിന്റെ ഗ്രാമത്തിന്റെ കാര്യത്തിന് വേണ്ടി സഹായം ചെയ്യും. ആദ്യം ആ പ്രേതങ്ങൾ ആരാ, അതിന്റെ കഥ എന്താണെന്ന് ഞാൻ നോക്കിയിട്ട് വരാം. അങ്ങനെ പറഞ്ഞ് ബില്ലിഭൂതം ഒരു മരത്തിൽ തൂങ്ങിക്കിടന്ന് എല്ലാം കാണുന്നു. ഇരുട്ടിൽ വൃദ്ധപ്രേതങ്ങൾ കറങ്ങി നടക്കുന്നു. മകനുള്ള വീട്ടിൽ ഭക്ഷണം മുടങ്ങാറില്ല, മരുമകളുള്ള വീട്ടിൽ വെള്ളം മുടങ്ങില്ല, മകളുള്ള വീട്ടിൽ മരണമുണ്ടാകില്ല. മകനുള്ള വീട്ടിൽ ഭക്ഷണം മുടങ്ങാറില്ല, മരുമകളുള്ള വീട്ടിൽ വെള്ളം മുടങ്ങില്ല. അപ്പോൾ ഇങ്ങനെ അവർ 2 പേര് പോകുന്നത് ആ കൊല്ലത്തിയായ പ്രേതം കണ്ട്. ഭക്ഷണം മുടങ്ങാറില്ല, മരുമകളുള്ള വീട്ടിൽ. എന്റെ പൊന്നോ, ഇത് എനിക്ക് പറ്റിയ പണിയൊന്നുമല്ല. ഞാനെന്തിനാ വെറുതെ കുഴിയെ പോയി ചാടണേ? മരത്തിൽ പോയി കൂർക്കം വലിച്ചു ഉറങ്ങി.
അടുത്ത ദിവസം സർപഞ്ച് ഗോപിനാഥന്റെ വീട്ടിൽ എല്ലാവരും വന്ന്, സർപഞ്ച് ജി, എന്താ ഇത്? നാട്ടിലുള്ള ആൺകുട്ടികളെല്ലാം വിവാഹം കഴിക്കേണ്ടെന്നാണോ? അതെ അതെ, ഈ 2 വൃത്തപ്രേതങ്ങൾ കാരണം ഗ്രാമത്തിലെ ആൺകുട്ടികളൊന്നും വിവാഹം കഴിക്കുന്നില്ല. എന്തായാലും ഇതിന് അങ്ങൊരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ. എന്ത് പറയാനാ, എല്ലാം നമ്മുടെ വിധിയാ. സത്യാവസ്ഥ എന്താന്ന് വെച്ചാൽ ഇതിനൊരു പോംവഴിയുമില്ല. ഒന്നുകിൽ പ്രേതത്തിന്റെ ശാപം വാങ്ങണം, അല്ലെങ്കിൽ നമ്മൾ മരിക്കണം. അല്ലാതെ ഞാൻ എന്ത് പറയാനാ? അതിന്റെ ഇടയ്ക്ക് വിരാട് ഗ്രാമത്തിൽ താമസിക്കുന്ന കനകരാജുവിന്റെ മകളെ ഇഷ്ടപ്പെടും. അവൻ അവളെ വിവാഹം ചെയ്ത് വീട്ടിലോട്ട് കൊണ്ടുവരും. ഇത് കണ്ട അച്ഛനും എല്ലാവരും ആശ്ചര്യപ്പെടും. വിരാട്, എന്താ നിന്റെ ബുദ്ധി കെട്ടുപോയെന്നുണ്ടോ? എന്താ നീ ചെയ്യുന്നേ? ഗ്രാമത്തിലുള്ള ശാപം അറിയില്ലേ? വിവാഹം കഴിക്കുന്നവരുടെ വീട്ടിൽ അനർത്ഥമുണ്ടാകും. ഇത് അറിഞ്ഞോണ്ട് എന്തിനു വിവാഹം കഴിച്ചു? അയ്യോ, ഇനി എന്താ നടക്കാൻ പോകുന്നേ? ആലോചിച്ചിട്ട് പേടിയാവുന്നു. അവിടെ ഉണ്ടായിരുന്ന കനകരാജു, എന്തിനാ മോനെ വിരാടെ എല്ലാം അറിഞ്ഞോണ്ട് നീ ഇങ്ങനെ ചെയ്തത്? എന്താ സുമേ, നിനക്കറിയില്ലെന്നുണ്ടോ കാര്യങ്ങള്? ഈ കുടുംബത്തിലേക്ക് മരുമകളായിട്ട് വന്നാൽ നിനക്ക് സന്തോഷം കിട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അച്ഛനും ഗ്രാമോക്യനും 2 പേരും ഞങ്ങളോട് ക്ഷമിക്കണം. കാരണം ഇനി മരിക്കേണ്ടി വന്നാലും കുഴപ്പമില്ല. ഞങ്ങള് പ്രണയത്തിലായിരുന്നു, അതുകൊണ്ട് വിവാഹം കഴിച്ചു. അങ്ങനെ പറഞ്ഞു വിരാട് സീമേനെ വീടിന്റെ അകത്തേക്ക് കൊണ്ടുപോകും. അടുത്ത ദിവസം രാവിലെ സുന്ദരൻ ആ വീട്ടിൽ വേല ചെയ്തുകൊണ്ടിരുന്നവൻ ഓടി വന്ന്, യജമാനെ, നമ്മുടെ പശുക്കിടാവ് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചിരിക്കുന്നു. എന്താ എന്താ ഈ പറയുന്നേ? അയ്യോ, ഞാൻ പേടിച്ചത് സംഭവിച്ചു. പിശാചുകളുടെ ശാപം കാരണം എന്റെ പശുക്കിടാവ് ചത്തുപോയി. അയ്യോ അയ്യോ, ഈ പെണ്ണ് വീട്ടിൽ വന്ന് കേറിയപ്പോ തന്നെ ആരോഗ്യമുള്ള പശുവിനെ തിന്ന്. ഈ ഒരു പെൺകൊച്ചു കാരണം ഇനി വീട്ടിൽ എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത്? അമ്മായി, ഞാൻ ഒരുപാട് പ്രാവശ്യം വേണ്ടെന്ന് പറഞ്ഞിട്ടും വിരാട് നിർബന്ധിച്ചിട്ടാണ് വിവാഹം ചെയ്തത്. ഇതിലെന്താ എന്റെ തെറ്റ്? അമ്മായി എന്നോട് ക്ഷമിക്കണം. അയ്യോ, നീയൊരു പാവമല്ലേ? കയ്യും കലാശം കാണിച്ച് എന്റെ മകനെ വളച്ച് ഈ കുടുംബത്തിലെ സ്വത്ത് നിനക്ക് വേണം. ഇല്ല അമ്മായി, എനിക്ക് വിരാട്ടിന്റെ മനസ്സാണ് ഇഷ്ടം. പക്ഷെ കല്യാണം കഴിച്ച പ്രേതങ്ങളുടെ ശാപം ഉണ്ടാവുമെന്ന് അങ്ങനെ പറഞ്ഞിട്ട് പോലും അദ്ദേഹം കേട്ടില്ല. നിന്റെ നാടകമൊക്കെ നിർത്ത്. നിന്നെയല്ല, നിന്റെ അച്ഛനമ്മയും വേണം പറയാൻ. അവര് തന്നെയായിരിക്കും എന്റെ മകനെ വീഴ്ത്താൻ പറഞ്ഞതും. എന്റെ മകനെ വളച്ചെടുത്തിട്ട് ആ പ്രേതങ്ങൾ കാരണം ഞങ്ങൾ മരിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങൾ 3 പേർക്കും കൂടെ ഞങ്ങളുടെ സ്വത്ത് എടുക്കാൻ വേണ്ടിയുള്ള നാടകം കളിയല്ലായിരുന്നു ഇത്? ഛേ അമ്മായി, എന്നെ എന്ത് വേണേ പറഞ്ഞോ. എന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു കാര്യം അറിയില്ല. അവരെ ഒന്നും പറയരുത്. അങ്ങനെ സുമയുടെ അമ്മായി വന്നു കയറിയ ദിവസം തൊട്ടേ ഇങ്ങനെ പറയാൻ തുടങ്ങി. അവക്കത് കേട്ട് കേട്ട് അവളുടെ അച്ഛനും അമ്മയും പറയുന്നത് അവക്ക് കേട്ട് നിൽക്കാൻ പറ്റിയില്ലായിരുന്നു. കരഞ്ഞുകൊണ്ട് അവൾ ഭർത്താവിനോട് എല്ലാം പറയും. സുമ, നമ്മൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ വിവാഹം കഴിച്ചത്. അമ്മയ്ക്കിപ്പോൾ വിഷമമുണ്ടെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളും. എല്ലാ ദിവസവും എന്നെ കേൾക്കുന്നേക്കാളും നല്ലത് മരിച്ചു പോകുന്നതാണ്. ഇദ്ദേഹത്തിനും എന്റെ വിഷമമൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ആലോചിച്ച് അന്ന് രാത്രി ഗ്രാമത്തിൽ അവൾ ഒറ്റയ്ക്ക് നടന്നു പോവുകയായിരുന്നു. ഗ്രാമം ശാന്തതയിലായിരുന്നു. മരത്തിൽ തൂങ്ങിക്കിടന്ന ബില്ലിഭൂതം രാത്രിയിൽ സുമ കിണറിന്റെ അടുത്തേക്ക് പോകുന്നത് കണ്ട് പറന്നുപോയി വിരാട്ടിനെ കൊണ്ടുവരും. വിരാട്, അമ്മ, അച്ഛ, എന്നോട് ക്ഷമിക്കണം. അങ്ങനെ പറഞ്ഞു ചാടാൻ നിന്ന സുമയുടെ കൈ പിടിച്ച് വലിച്ച് വിരാട്ട് താഴത്തോട്ട് കൊണ്ടുവരും. സുമേ, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അതിന്റെ ഇടയ്ക്ക് വൃദ്ധഭൂതങ്ങൾ പാത്രം അടിച്ചോണ്ട് വരുന്നത് കണ്ടു. വിരാട്ട് സുമയും അത് കണ്ട് പേടിച്ച് ഓടി അങ്ങോട്ടേക്ക് പോയി. മകനുള്ള വീട്ടിൽ ഭക്ഷണം മുടങ്ങാറില്ല, മരുമകളുള്ള വീട്ടിൽ വെള്ളം മുടങ്ങില്ല, മകളുള്ള വീട്ടിൽ മരണമുണ്ടാകില്ല, മകനുള്ള വീട്ടിൽ. ബില്ലിഭൂതം, ഇവര് കാരണം ഗ്രാമത്തിലുണ്ടായ ഈ ഒരു ശാപവും വിരാട്ടിന്റെ പ്രശ്നവും ഒരാൾക്കേ മാറ്റാൻ പറ്റൂ. മന്ത്രവാദിനി മുത്തശ്ശി. അങ്ങനെ ആലോചിച്ച് ബില്ലിഭൂതം മൊബൈൽ പോയി നടന്നതെല്ലാം മന്ത്രവാദിനി മുത്തശ്ശിയോട് പറഞ്ഞ് മന്ത്രവാദിനി മുത്തശ്ശീനെ ലക്ഷ്മൺപൂരിലേക്ക് കൊണ്ടുവരും. അടുത്ത ദിവസം വൈകുന്നേരം മന്ത്രവാദിനി മുത്തശ്ശി ശ്മശാനത്തിന്റെ അടുത്ത് ബില്ലിഭൂതത്തിന്റെ കൂടെ മന്ത്രവാദിനി മുത്തശ്ശി രംഗോലിയിട്ട് അതിൽ ജപിച്ച് 3 നാരങ്ങ വെച്ച് ഗബ്രജാമം ഗബ്രജമാഞ്ജു ഗബ്രജാമം ഗബ്രജമാഞ്ജു, ഗ്രാമത്തിനെ ബുദ്ധിമുട്ടിക്കുന്ന പ്രേതമേ എന്റെ മുമ്പിലോട്ട് വാ. അങ്ങനെ പറയുമ്പോ 2 വൃത്തപ്രേതങ്ങൾ കാറ്റിലേക്ക് അങ്ങ് പറന്ന്
കാക്കയുടെ മുന്നിൽ വന്ന് നിൽക്കും. നിങ്ങൾ ആരാണ്? എന്തിനാ ഈ ഗ്രാമത്തിനെ ബുദ്ധിമുട്ടിക്കുന്നത്? പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ശരിയാക്കി തരും. എന്റെ പേര് ഭൂപതി രാജു എന്നാണ്. എന്റെ ഭാര്യ ജയ. ഞാൻ ഒരുപാട് അധ്വാനിച്ച് പുതിയ പുതിയ കച്ചവടങ്ങളിലൂടെ ഒരുപാട് പണം ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ഒരുപാട് സമ്പത്തുണ്ടാക്കി. വീണ്ടും വീണ്ടും പണമുണ്ടാക്കാനായി പുതിയ പുതിയ കച്ചവടങ്ങളിലേക്ക് പോയിക്കൊണ്ടേയിരുന്നു. ഭക്ഷണം കഴിക്കാൻ വിലപിടിപ്പുള്ള പാത്രങ്ങൾ വാങ്ങി ഒരുപാട് പണം ചെലവാക്കി. ആ പാത്രങ്ങളിലാണ് ഞാൻ ഭക്ഷണം കഴിച്ചിരുന്നത്. ആ പാത്രങ്ങളിൽ ഞാൻ ഭക്ഷണം എടുത്തതിന് ശേഷം എൻ്റെ ഭാര്യയ്ക്കും കൊടുക്കും. അങ്ങനെ എൻ്റെ സമ്പത്ത് വർദ്ധിച്ചു. ഞാൻ ഒരുപാട് രാജകീയമായി തന്നെ ജീവിച്ചു. ആകെ ഉണ്ടായിരുന്ന വിഷമം കുട്ടികളില്ലായിരുന്നു. ആ വിഷമം മാറാൻ ഞങ്ങൾ പോകാത്ത ഒരിടവുമില്ല, ഒരു ക്ഷേത്രം പോലുമില്ല. ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു. ഞങ്ങൾ ഒരുപാട് വഴിപാടുകളും പ്രാർത്ഥനകളും നടത്തി. ഒരു ദിവസം അതേന്നേ, നമുക്കെന്തിനാ ഇത്ര സ്വത്തും പൈസയൊക്കെ? നമ്മൾ മരിച്ചു കഴിഞ്ഞാ ഈ സ്വത്തൊക്കെ അനുഭവിക്കാൻ നമുക്കൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഭഗവാൻ നമുക്ക് എല്ലാം തന്നു, പക്ഷെ ഒരു കുഞ്ഞിനെ തന്നില്ല. എന്ത് പാപമാണ് നമ്മൾ ചെയ്തത്? ഇങ്ങനെ കാര്യങ്ങൾ പറയുന്ന ഭാര്യയോട്, വിഷമിക്കാതെ ജയ, ബഗൽ ഗ്രാമത്തിൽ ഒരു സ്വാമിജി ഉണ്ടെന്ന് ഞാൻ കേട്ടു. നമുക്ക് അദ്ദേഹത്തെ പോയി കാണാം. അദ്ദേഹം എന്തെങ്കിലും ഒരു പരിഹാരം കാണും. എന്റെ സുഹൃത്താണ് പറഞ്ഞത്. ഇത് നിങ്ങളുടെ ഭ്രമമാണ്. നമ്മൾ എത്ര യാത്ര ചെയ്തു, അമ്പലത്തിൽ പോയി, എത്ര സ്വാമികളെ കണ്ടു, പക്ഷെ ഒരു കുഞ്ഞ് നമുക്കുണ്ടായില്ല. ഇല്ല ജയ, എന്താണ് നമ്മുടെ ശാപമെന്ന് അറിയില്ലല്ലോ. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാം. ബഗൽ ഗ്രാമത്തിൽ സ്വാമിജിയുടെ അടുത്തേക്ക് ചെന്നു. സ്വാമി, എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടാണ് ഇവിടേക്ക് വന്നത്. എൻ്റെ ദുഃഖങ്ങൾ അങ്ങയോട് പറയാൻ. മകനെ ഭൂപതി, നിനക്ക് നിന്റെ പൂർവികരുടെ ശാപമുണ്ട്. അതുകൊണ്ടാണ് നിനക്ക് സന്താനഭാഗ്യമുണ്ടാകാത്തത്. നിന്റെ ശാപം എന്ന് മാറുന്നുവോ അന്ന് സന്താനഭാഗ്യമുണ്ടാകും. നീ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 10 പേരെയെങ്കിലും സഹായിക്കണം. അങ്ങനെ സഹായിക്കുന്നതിലൂടെ നിനക്ക് പുണ്യം കിട്ടുന്നതാണ്. അങ്ങനെ സന്താനഭാഗ്യമുണ്ടാകും. അങ്ങനെ സ്വാമിജി പറഞ്ഞതുപോലെ ഗ്രാമത്തിന്റെ പല ഭാഗങ്ങളിലായി ക്ഷേത്രങ്ങൾ പണിതു, കിണറുകൾ പണിതു കൊടുത്തു. അടുത്ത ഗ്രാമത്തിലുള്ള പാവപ്പെട്ടവരെ സഹായിച്ചു. അങ്ങനെ ഇരിക്കെ എനിക്കൊരു കുഞ്ഞുണ്ടായി. ഞങ്ങളുടെ സന്തോഷത്തിന് അളവില്ലായിരുന്നു. ഞങ്ങൾക്കുണ്ടായ കുഞ്ഞിനെ ഞങ്ങൾ വളരെ വാത്സല്യത്തോടുകൂടി വളർത്തി. അവൻ വലുതായതോടുകൂടി അവൻ വലിയൊരു പിശുക്കനായി മാറി. അവൻ ജനിക്കുന്നതിന് മുമ്പേ പണക്കാരായിരുന്നെങ്കിൽ ദാനധർമ്മങ്ങൾ കൂടിയതോടുകൂടി ദരിദ്രരായി മാറി. ഗ്രാമവാസികൾ പറയുന്നത് കേട്ട് അവൻ ഞങ്ങളോട് പിണങ്ങുമായിരുന്നു. ഞങ്ങൾ ചെയ്ത ദാനധർമ്മം കൊണ്ടാണ് ഞങ്ങളുടെ സമ്പത്ത് നശിച്ചു പോയതെന്ന്. അതുകൊണ്ട് അവൻ ഒരുപാട് ദേഷ്യപ്പെടും. ഒരു ദിവസം, ഛേ, ഇതെന്റെ ദൗർഭാഗ്യമാണ്. ഈ വീട്ടിൽ നിങ്ങളുടെ മകനായി ജനിക്കേണ്ടി വന്നത്. പണക്കാരുടെ വീട്ടിൽ ജനിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. സുഖമായി ജീവിക്കാമായിരുന്നു. ദാനധർമ്മം ചെയ്ത എല്ലാം നിങ്ങൾ നശിപ്പിച്ചു. മോനെ, ഇതെല്ലാം നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി ചെയ്തതാ. എനിക്ക് വേണ്ടിയോ? മക്കൾക്ക് പൈസ വേണ്ടപ്പോൾ നിങ്ങൾ എനിക്ക് തരണമായിരുന്നു. നിങ്ങൾ ചെയ്തത് നിങ്ങൾക്ക് വേണ്ടിയാ. വിഡ്ഢിത്തരം പറയുന്നത് നിർത്ത്. അങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവൻ പോയി. അതേതേ, നിങ്ങൾ വിഷമിക്കണ്ട. കല്യാണമൊക്കെ കഴിഞ്ഞ ഒരു മാറ്റം വരും. ശരി ജയ, അങ്ങനെ വിചാരിച്ച് ഞങ്ങൾ അവന്റെ കല്യാണം നടത്തി. കല്യാണ ശേഷമെങ്കിലും അവൻ നന്നാകുമെന്ന് കരുതി. അവന്റെ ഭാര്യയാണെങ്കിൽ അതിലും കഷ്ടം. പണത്തോട് അവൾക്ക് ആർത്തിയാണ്. ഞങ്ങളുടെ മകനെ ഞങ്ങൾക്കെതിരായി അവൾ മാറ്റി. അങ്ങനെ അവനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു തുടങ്ങി. അങ്ങനെ എല്ലാ ദിവസത്തെയും പോലെ വില കൂടിയ പാത്രത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ മരുമകൾ വന്നു. കഴിക്കുമ്പോ ഗോതമ്പിന്റെ റൊട്ടി, പാത്രം വെള്ളിയുടെ, അതിലാണെങ്കിൽ സ്വർണത്തിന്റെ വെള്ളവുമുണ്ട്. സ്വന്തമായിട്ട് ഗ്രാമത്തലവനാണെന്ന വിചാരം. നിന്റെ അമ്മയച്ചന് ആ പാത്രത്തിൽ കഴിക്കുമ്പോഴാണ് സന്തോഷം കിട്ടുന്നത്. എത്ര വർഷമായിട്ട് അതില് തന്നെയാ കഴിക്കുന്നത്. ആ മതി മതി, കഴിക്കുന്നതൊക്കെ കഴിച്ചോ. പക്ഷെ ഒരു കാര്യം ഓർത്തണം, എല്ലാം സൗജന്യമായിട്ടാ കഴിക്കണേ. ആ പാത്രം അവൾ പൊട്ടിച്ചു കളഞ്ഞു. ഭക്ഷണം മൺപാത്രത്തിലേക്ക് ഇട്ടു. പിന്നീട് അങ്ങോട്ട് അവൾ വളരെ മോശമായിട്ടാണ് ഞങ്ങളോട് പെരുമാറിയിരുന്നത്. വളരെ കേടായ ഭക്ഷണങ്ങളായിരുന്നു ഞങ്ങൾക്ക് തന്നിരുന്നത്. അവിടെ പൊളിഞ്ഞ ഒരു കെട്ടിടമുണ്ടായിരുന്നു. അവിടെയായിരുന്നു ഞങ്ങൾ കിടന്നത്. അങ്ങനെ ഞങ്ങൾ ജീവിതം കഴിച്ചുകൂട്ടി. ഞങ്ങൾ അവിടെ അടിമകളെ പോലെ ആയിരുന്നു. ഞങ്ങളുടെ മകൻ ഒരു കുട്ടിയുണ്ടായി. ഞങ്ങൾ അവൻ്റെ കൂടെ കളിക്കുമ്പോൾ അവൾ ആ കുഞ്ഞിനെ വഴക്ക് പറയുമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം മടുത്തു തുടങ്ങി. അവസാനം ഞങ്ങൾ ആ കെട്ടിടത്തിൽ തൂങ്ങി മരിച്ചു. പക്ഷേ മകനും ഭാര്യയും ഗ്രാമത്തിലുള്ളവരോട് കള്ളം പറഞ്ഞു. പ്രായത്തിന്റെ അസ്വസ്ഥത കൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും മരിച്ചതെന്ന്. ഞങ്ങൾ ആ ഗ്രാമത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ ഓർത്തിട്ട് ആ ഗ്രാമത്തിലുള്ളവർ ഞങ്ങളുടെ രണ്ടുപേരുടെ പേരിലും പ്രതിമകൾ ഉണ്ടാക്കി. പക്ഷേ ഞങ്ങളുടെ ആത്മാക്കൾക്ക് ശാന്തി കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങള് പ്രേതങ്ങളായിട്ട് അലഞ്ഞു. മകന്റെയും മരുമകളുടെയും ദേഷ്യം കാരണം ഏത് വീട്ടിലാണോ കുട്ടികളുണ്ടാകുന്നത്, ഏത് വീട്ടിലാണോ പുതിയ മരുമകൾ വരുന്നത്, അവിടെയെല്ലാം ഞങ്ങൾ കാരണം ശാപമുണ്ടായിക്കൊണ്ടേയിരിക്കും.
നിങ്ങൾ വലിയ മഹാനാണ്. ഒരുപാട് സഹിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് സഹിച്ച് നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ടാണ് ആത്മാവായി ഇങ്ങനെ അലയുന്നതും. ഗ്രാമത്തിലുള്ള ഈ ഒരു ശാപം നിങ്ങൾ കാരണമാണ് ഉണ്ടായത്. അതെന്തായാലും മാറ്റാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. മന്ത്രവാദിനി മുത്തശ്ശി ഗ്രാമപ്രധാന്റെ അടുത്ത് ചോദിച്ച് ഭൂപതിയുടെ മകനും എല്ലാവരും എവിടെയാണെന്ന് ചോദിക്കും. കുറച്ചാൾ മുമ്പ് ഭൂപതിയുടെ മകനും മരുമോളും മരിച്ചു പോയിരുന്നു. കൊച്ചുമോൻ മാത്രമുണ്ട്. നിങ്ങളുടെ മകനും മരുമോളും മരിച്ചിട്ട് കുറച്ചു നാളായി. കൊച്ചുമോൻ മാത്രമേ ജീവനോടെ ഉള്ളൂ. വേറൊരു ഗ്രാമത്തിലാ. കൊച്ചുമോനുള്ളത് എവിടെയാന്ന് പറഞ്ഞ് ബില്ലി ബൂത്തിന്റെ സഹായത്തോടെ വിരാട്ടിനോട് അവനെ വിളിച്ചുകൊണ്ട് വരാൻ പറയും. അപ്പൂപ്പന്റെ വെള്ളിക്കിണ്ണം കൊണ്ടുവരാൻ മറക്കരുത് കേട്ടോ. ബില്ലി ഭൂതം വിരാട്ടിന്റെ കൂടെ ആ ഗ്രാമത്തിലേക്ക് പോകും. വൃദ്ധന്റെ കൊച്ചുമകനെ തപ്പി ഗ്രാമത്തിന്റെ അങ്ങേറ്റത്തെത്തും. മന്ത്രവാദിനി മുത്തശ്ശി വൃദ്ധഭൂതങ്ങൾക്ക് കൊച്ചുമകന്റെ കൈകൊണ്ട് തന്നെ പ്രസാദം നൽകും. ഭൂപതിക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും അവിടെ അദ്ദേഹത്തിന്റെ വെള്ളിക്കിണ്ണത്തിൽ വിളമ്പി കൊച്ചുമകനെ കൊണ്ട് ശവക്കല്ലറയിൽ വെപ്പിക്കും. ആ ആത്മാക്കൾ കാക്കയുടെ ദേഹത്ത് കയറി വെള്ളിക്കിണത്തിൽ വെച്ചതെല്ലാം തിന്നും. അങ്ങനെ വൃദ്ധഭൂതങ്ങളുടെ ആത്മാവിന് ശാന്തി ലഭിച്ചു. ആത്മാക്കൾ പുറത്തു വന്ന്, എന്റെ ആത്മാവിന് ശാന്തി കിട്ടി. ഞങ്ങളെ രണ്ടുപേരും ജീവിച്ചിരുന്നപ്പോൾ ഞങ്ങളുടെ പേരക്കിടാവിനെ തൊടാൻ പോലും കഴിഞ്ഞില്ല. ഒരു പ്രാവശ്യമെങ്കിലും അവനെ കാണണമെന്നും അവൻ്റെ കൂടെ കളിക്കണമെന്നുണ്ട്. പൂർണിമ ത്രിക്കലങ്ക രാത്രിം ജപേത് പ്രഭാത സുപർണക്ക ത്രിലോക പാതാല ലോക പ്രേതലോക കാമിത്ക ജീവതി പുരാവാതി പുരാതി. ഇതാ നിങ്ങളുടെ വെള്ളിക്കിണ്ണം. ജീവിച്ചിരിക്കുന്ന സമയത്ത് രണ്ടുപേരും ഒരേ വെള്ളിക്കിണ്ണത്തിൽ കുറെ നാൾ ആഹാരം കഴിച്ചാൽ, അവരുടെ അതേ വെള്ളിക്കിണ്ണം ആഹാരം കഴിക്കാൻ ഉപയോഗിച്ചാൽ, അതിൽ സ്ഫൂരണക്ക തന്ത്രം ഉപയോഗിച്ച് പൂർണിമ മാസത്തിൽ രാത്രി മുഴുവനും വെച്ച് അവരെ വീണ്ടും നമുക്ക് ജനിപ്പിക്കാൻ പറ്റും. ഇങ്ങനെ മുത്തശ്ശി സുവർണ തന്ത്രം ചെയ്ത് വെള്ളിക്കിണ്ണത്തിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട റൊട്ടി വെച്ച് അത് കഴിച്ച അവര് ശരിക്കുമുള്ള രൂപത്തിലേക്ക് എത്തിപ്പെടും. ആ രാത്രി മുഴുവൻ അവരുടെ കൊച്ചുമോനെ അവര് കണ്ടുകൊണ്ടിരുന്നു. അവന്റെ കൂടെ സമയം ചെലവഴിച്ച് വീണ്ടും ആത്മാവായി മാറി. ഒരുപാട് നന്ദിയുണ്ട് മന്ത്രവാദി മുത്തശ്ശി. ഗ്രാമവാസികൾ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ കാരണം നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി, ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് വിഷമിച്ചു. ഞങ്ങൾ വിട പറയുന്നു. അങ്ങനെ പറഞ്ഞ് രണ്ടാത്മാവും കാറ്റിൽ അലിഞ്ഞുപോയി. മുത്തശ്ശി ഭൂപതിയുടെ വെള്ളിക്കിണ്ണം കൊച്ചുമകന്റെ കൈകൊണ്ട് ഭൂപതിയുടെ ശവക്കല്ലറയിൽ വെപ്പിക്കും. സമാധിയിൽ നിന്ന് ആ കിണ്ണം പുറത്തോട്ട് വന്ന്, മകനെ, എൻ്റെ ഒരു അടയാളമായി ഇത് നിന്റെ കയ്യിലിരിക്കട്ടെ. എൻ്റെ ഈ പാത്രം എൻ്റെ പേരക്കിടാവിന് വേണ്ടിയുള്ളതാണ്. അപ്പൂപ്പന്റെ ആത്മാവ് ആ വെള്ളിക്കിണ്ണം സ്വന്തം കൊച്ചുമകന് കൊടുക്കും. ഗ്രാമവാസികൾ ആ ശാപം ഗ്രാമത്തിൽ നിന്ന് മാറിയതിന് മന്ത്രവാദിനി മുത്തശ്ശിയോട് നന്ദി പറയും. ഹഹാ, മന്ത്രവാദിനെ മുത്തശ്ശിയെടുത്ത് കളിയൊന്നും വേണ്ട. ബില്ലിഭൂതമേ, നീയോ? നീ കാരണം എനിക്ക് നല്ലത് തന്നെയാ വന്നത്. എന്തായാലും നീ കാരണമാണ് സുബർണക്ക തന്ത്രം എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയത്. നാട്ടാഭൂതത്തിനെ നമുക്ക് ഈ തന്ത്രം ഉപയോഗിച്ച് വേണം ആ പഴയ രൂപത്തിലോട്ട് ആക്കാൻ. അവനുപയോഗിച്ച സാധനം വെച്ച് തന്നെ അവനെ മനുഷ്യനാക്കി എടുക്കണം. മുത്തശ്ശി, ഈ ഭൂതം ആരാ? എന്നെക്കാളും നല്ല സുന്ദരനാണോ? എന്നെക്കാളും നല്ല പ്രിയപ്പെട്ടവനാ? അല്ല, ഈ നാട്ടാഭൂതമാരാ?